പെയ്തൊഴിഞ്ഞ മഴയ്ക്ക് ശേഷം തെളിഞ്ഞ ആകാശവും വർണ്ണാഭമായ സസ്യജാലങ്ങളും പാറിപ്പറക്കുന്ന തുമ്പികളും കൊണ്ട് പ്രകൃതി അതിൻ്റെ ഉത്തുംഗമായ ഭംഗി വിളിച്ചോതുന്നു. ഇതൊക്കെ ഉള്ളത് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കൊച്ചു കേരളത്തിലാണ്. പക്ഷേ ഇവിടെ പ്രവാസ ലോകത്തും വിഷുപ്പുലരിയും വിഷുക്കണിയും വിഷു കൈനീട്ടവും പിന്നെ ഒത്തൊരുമിച്ചുള്ള ഒരുപാട് ആഘോഷങ്ങളുമായി നമ്മളും നമ്മുടേതായിട്ടുള്ള രീതിയിൽ വിഷു കൊണ്ടാടുന്നു. സോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു. അതിനോടൊപ്പം ഇന്ന് വൈബ് വിത്ത് ഡോക്ടർ അപ്പോയിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്താണ് അതിഥിയായി എത്തിയിട്ടുള്ളത്. നൺ അതർ ദാൻ രമ്യ ശങ്കർ നാരായൺ. ഈ നൺ അതർ ദാൻ എന്ന ടൈറ്റിൽ ഞാൻ എൻ്റെ ഗസ്റ്റിന് കൊടുക്കാൻ കാര്യം എന്തെന്ന് വെച്ചാൽ എല്ലാവരും യുണീക്കാണ് അവരുടേതായിട്ടുള്ള രീതിയിൽ. ഷീസ് എൻ MCA പോസ്റ്റ് ഗ്രാഡ് ആൻഡ് ഓൾസോ ഹോൾഡിംഗ് എ ഡിപ്ലോമ ഇൻ മോഹിനിയാട്ടം, സ്റ്റിൽ കണ്ടിന്യൂയിങ് ഡാൻസ്. കാരണം അത് ആളുടെ ഒരു പാഷനാണ്. ഷീസ് വെരി ഡെഡിക്കേറ്റഡ് അബൌട്ട് ഇറ്റ്. കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പം ഹാപ്പി വിഷുടെ രമു. ഹാപ്പി വിഷു. താങ്ക് യു സോ മച്ച് ഗസ്റ്റ് ആയിട്ട് ഇവിടെ എത്തിയതിന്. Thanks അപ്പോൾ to you. ഒരുപാട് സന്തോഷം. അപ്പോൾ ഡാൻസിനെ പറ്റി ഒരു ചെറിയ ഇൻട്രോ കൊടുത്തിട്ടുണ്ടായിരുന്നു, കേട്ടല്ലോ അല്ലേ? സോ എപ്പോഴാണ് ഡാൻസിലേക്കുള്ള ആ ഒരു ചുവടെടുത്ത് വെച്ചത്? ഡാൻസ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസിക്കൽ ഡാൻസ്, ഭരതനാട്യമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കലാമണ്ഡലത്തിലെ അധ്യാപികയായ കലാമണ്ഡലം പ്രീത പറയുന്ന ടീച്ചറുടെ അടുത്താണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അരങ്ങേറ്റത്തിന് ശേഷം കുറച്ചു കാലം കൂടെ ടീച്ചർ അടുത്ത് പഠിക്കാൻ പറ്റി. പിന്നെ അത് ഡിസ്കണ്ടിന്യൂ ആയി. ടീച്ചർ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദൂരെ പോയി. പിന്നെ അതിനുശേഷം നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ചെറിയ ചില നൃത്തവിദ്യാലയത്തിൽ പോയി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ മോഹിനിയാട്ടത്തിലേക്ക് വരുന്നത് ബാംഗ്ലൂരിൽ ശ്രീദേവി ഉണ്ണി മാമിന്റെ അടുത്ത് ജോയിൻ ചെയ്തിട്ടാണ്. അപ്പം അപ്പോ മാം ആണ് ശരിക്കും പറഞ്ഞ എന്റെ മെന്റർ എന്ന് തന്നെ പറയാം. കാരണം ജസ്റ്റ് ഒരു ഡാൻസ് മാത്രല്ല, ഒരു സ്റ്റേജ് പെർഫോമർ എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നത് മാം ചെയ്ത് ഗൈഡ് ചെയ്ത്. അതെ അതെ അതെ. നല്ല രീതിയിലൊരു അരങ്ങേറ്റവും എന്റെ കല്യാണത്തിന് ശേഷം ഉടനെ തന്നെ ആയിരുന്നു എന്റെ മോഹിനിയാട്ടം അരങ്ങേറ്റുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. അവിടെ ADA രംഗമന്ദിര എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ ഒരു സ്റ്റേജ് ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ ഒരുവിധം എല്ലാ പ്രോഗ്രാംസും ചെയ്യുക. അവിടെ വെച്ചിട്ടായിരുന്നു എന്റെ അരങ്ങേറ്റം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ മോഹിനിയാട്ടം എനിക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്തൊരു, അതൊരു മോസ്റ്റ് പവർഫുൾ ഫേഷ്യൽ യോഗ തന്നെയാണ്. ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്ന നാൾ മുതൽ ഇന്ന് വരെ ദാറ്റ് ഗ്ലോ റിമെയിൻസ്. പക്ഷെ അത് നല്ല ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒന്നാണ് അല്ലേ? അപ്പൊ അതിനെങ്ങനെ കല്യാണത്തിന് ശേഷം ഡെന്നി ചേട്ടൻ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ഒരുപാട് അപ്രിസിയേഷൻ നമ്മൾ ഈ ഒരു അവസരത്തിൽ കൊടുത്തേ മതിയാകൂ. കാരണം പുള്ളി പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് അവിടെ കഴിഞ്ഞേനെ. അദ്ദേഹം പിന്നെ മലപ്പുറത്തിന്റെ മോനാണ്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഒരുപാട് കലയും സംസ്കാരവും ഒക്കെ ഓട്ടോമാറ്റിക്കലി ഉണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു ട്രാൻസിഷൻ ആഫ്റ്റർ മാരേജും കണ്ടിന്യൂ ചെയ്യാൻ? അതെ, അപ്പൊ ഞാൻ ഡെൻചേട്ടനെ പരിചയപ്പെട്ട മുതൽ തന്നെ അറിയാം. ഞാൻ അത്ര ഒരുപാട് പെർഫോമൻസ് ഒന്നും ചെയ്തിട്ടുള്ള ആളായിരുന്നില്ല. ഞാൻ കൂടുതലും പ്രാക്ടീസ് ചെയ്യും. ഞാൻ സത്യം പറഞ്ഞ എന്റെ നാട്ടിൽ പോലും അറിയില്ല ഞാൻ അത്രയും കാലം ഡാൻസ് പഠിച്ചിരുന്നു എന്നുള്ളത്. കാരണം ഞാൻ അധികം വേദികളിലൊന്നും അങ്ങനെ പെർഫോം ചെയ്തിട്ടില്ല. എനിക്ക് ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. പിന്നെ ഈവൻ അതിന്റെ ഫോട്ടോസ് ഒന്നും ഞാൻ എവിടെയും ഷെയർ ഒന്നും ചെയ്യില്ലായിരുന്നു. പിന്നെ എന്റെ പ്രൈസ്ഡ് പൊസഷൻ ആയിട്ട് അതെ, എനിക്കതൊരു ഞാൻ എന്റെ പ്രയർ, ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ടല്ലോ. അപ്പൊ എന്റെ ഒരു ഡിവോഷണൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോഹിനിയാട്ടാണെന്ന് പറയാം. എനിക്ക് എന്റെ പ്രാർത്ഥന അതിലൂടെയാണ് സത്യം പറഞ്ഞ. അപ്പൊ അത് നമ്മൾക്ക് അത് അത്രയും പ്രൈവറ്റ് ആയിട്ട് നമ്മള് എടുത്തു വെക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അങ്ങനെ ആയിരുന്നു. പക്ഷെ ആ ഒരു ഇതിന്ന് നമ്മളെ ഒരു പെർഫോമർ എന്നുള്ള രീതിയിലേക്ക് എന്നെ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത് ശ്രീദേവി ഉണ്ണി മാം ആണ്. എനിക്ക് അത്രയും ഒരു എന്റെ ലൈഫിൽ അത്രയും വലിയൊരു ചേഞ്ച് കൊണ്ട് തന്നു എന്നുള്ളത് മാമിന് പോലും ഒരുപക്ഷെ അറിയില്ല. മാതാപിതാ ഗുരു ദൈവം. അതെ അതെ. അപ്പൊ അത് ഒരുപക്ഷെ ഞാൻ ആ ദൈവത്തിനോട് അർപ്പിക്കുന്ന ആ പൂജയിലൂടെ ദൈവം എനിക്ക് കൊണ്ടു തന്നതാണ് അങ്ങനെ ഒരു ഗുരുവിനെ. പിന്നെ അതിനുശേഷം എനിക്ക് കണ്ടിന്യൂ ആയി ചെയ്യാൻ പറ്റില്ല. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് അബുദാബിയിലേക്ക് മൂവ് ചെയ്തു. അതിനുശേഷം ഓൺലൈൻ ട്രൈ ചെയ്തു. പക്ഷെ അതൊന്നും അത്ര സക്സസ് ആയില്ല.
പിന്നെ മനസ്സിലായത് നമ്മൾക്ക് ഇവിടെ അബുദാബിയിൽ എത്തിയപ്പോഴാണ് ഓക്കെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കൂടെ എടുക്കുകയാണെങ്കിൽ നല്ലതാണ്, നമുക്ക് ഇതിന്റെ തിയറട്ടിക്കൽ ആയിട്ടുള്ള നോളജും കൂടെ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യണം. അങ്ങനെ തോന്നി. അങ്ങനെയാണ് ഞാൻ മോഹിനിയാട്ടം ഡിപ്ലോമ ചെയ്യുന്നത്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഞാൻ ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചറുടെ സ്റ്റുഡന്റ് ആണ്. അത് ഓൺലൈൻ ക്ലാസ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് ആ ജേണി നല്ല സുന്ദരമായി തന്നെ പോകുന്നുണ്ട്. സൂപ്പർ. പിന്നെ ഇതില് താങ്കളായിട്ട് ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ രമ്മുവായിട്ട് ശ്രദ്ധിക്കുന്ന എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളുണ്ടോ, ശാരീരികമായിട്ടും മാനസികമായിട്ടും? യു ടോൾഡ് മീ ഇറ്റ്സ് എ ഫോം ഓഫ് ഡിവോഷൻ. അത് ഇത്രയും വർഷങ്ങളായിട്ട് അതായത് ഒരു എന്താ പറയുക, മോള്, അതിനുശേഷം ഒരു ഭാര്യ, ഇപ്പോൾ ഒരു അമ്മയാണ്. സോ അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാൻ കുറച്ച് പ്രിക്കോഷൻസും കുറച്ച് നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുമല്ലോ, അതെന്താണ്? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെലിവറിക്ക് ശേഷം, മോൾ ഉണ്ടായതിനു ശേഷം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് എടുത്തപ്പോൾ പിന്നെ പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ എല്ലാം ഞാൻ നമ്മുടെ ഫസ്റ്റ് നമ്മളുടെ ബോഡി, നമ്മുടെ മൈൻഡ്, ഈ രണ്ടും ശരിയായ മാത്രമേ നമുക്ക് ആഗ്രഹിച്ച എന്ത് കാര്യവും ചെയ്യാൻ പറ്റൂ. അപ്പൊ ഞാൻ അതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് അതെല്ലാം കറക്റ്റ് ചെയ്ത് ഡോക്ടേഴ്സിന്റെ അഡ്വൈസ് പ്രകാരം എങ്ങനെ പെർഫോം ചെയ്യാം. അങ്ങനെ അത്ര വലിയ ഇഷ്യൂ എന്നല്ല, പക്ഷെ സ്റ്റിൽ നമ്മൾക്ക് ഒരു പെർഫോമർ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ബോഡിയാണ് നമ്മുടെ ടൂള്. അതെ. അപ്പൊ അത്രയും നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. അപ്പോ അതിന്റെ യോഗ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു. പണ്ട് കുറച്ച് യോഗ പഠിച്ചിട്ടുണ്ട്, പക്ഷെ കുറച്ചും കൂടി കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു, ഡെയിലി പ്രാക്ടീസും ചെയ്യാൻ തുടങ്ങി. അപ്പൊ അത് നമ്മൾക്ക് ഒരു ബോഡിക്ക് മാത്രമല്ല, അറിയാലോ നമുക്ക് യോഗ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾക്ക് ഫുള്ളി ഒരു ആത്മാവിനെ തന്നെ, അതെ, അതൊരു മെഡിറ്റേഷനും അതിന്റെ കൂടെ തന്നെ അതൊരു എക്സസൈസും, എന്താ പറയാ, അതൊരു ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. അപ്പൊ അത്രയും വലിയൊരു യോഗ പക്ഷെ തീർച്ചയായിട്ടും ഓരോ ചുവടുമായിട്ടല്ലേ. അതെ അതെ. പക്ഷെ അതെന്റെ ജീവിതത്തിൽ ഒരു ഇപ്പൊ ഡാൻസ് പോലെ മറ്റൊരു സൈഡിൽ എനിക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ് യോഗ. ആ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അത് നൃത്ത ജീവിതത്തിലും അതൊരു വലിയ ഗുണാണ്. നമ്മുടെ ലൈഫിൽ അത്രയും അത് നല്ലതാണ്, ഹെൽത്തിനാണെങ്കിലും. അതിൽ നിന്നും പിന്നെ ഒരു ആൽബം ഡയറക്ടർ, ആക്ട്രസ്, അങ്ങനെ പല റോളുകളിലേക്ക്. അതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഡെലിവറി കഴിഞ്ഞ് പെർഫോമൻസ് പ്രാക്ടീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഈ ഹെൽത്ത് ഇഷ്യൂസ് മനസ്സിലായത്. അപ്പോ കുറച്ച് റെസ്റ്റ് വേണമായിരുന്നു. ആ റെസ്റ്റ് ഞാൻ എന്റെ ഈ ക്രിയേറ്റിവിറ്റി എന്നെ ഇങ്ങനെ തളച്ചിടാൻ സമ്മതിക്കണില്ല, വെറുതെ ഇരിക്കാൻ സമ്മതിക്കണില്ല. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കുമ്പോഴാണ് ഓക്കെ നമ്മൾക്ക് ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ആൽബം ഡയറക്ട് ചെയ്യാം. അതാവുമ്പോ നമുക്ക് മനസ്സിൽ വിഷ്വലൈസ് ചെയ്തു തുടങ്ങി അല്ലേ. അതെ അതെ. നമ്മൾക്കൊരു സോങ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓരോ വിഷ്വൽസ് വരുമല്ലോ. അപ്പൊ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാന്ന് തോന്നി, അങ്ങനെ ട്രൈ ചെയ്തു, സക്സസ് ആയി. അപ്പോ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസിൽ നിന്ന് കുറച്ച് വിട്ട് നിന്ന സമയത്ത് ആ സമയം ഞാൻ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു എന്ന് പറയാം. വാട്ട് ഈസ് യുവർ ഡ്രീം ആസ് എ ഡാൻസർ? എല്ലാ ആർട്ടിസ്റ്റിനും ഒരു സ്വപ്നം ഉണ്ടാവുമല്ലോ, അത്തരത്തിലുള്ള ഒരു സ്വപ്നം എന്താണ് രമ്മുവിന്റെ? ഏതെങ്കിലും ഒരു സ്റ്റേജ് ആണോ? സ്റ്റേജ് തീർച്ചയായും എല്ലാ ഡാൻസേഴ്സിനും ഉള്ള പോലെ നമ്മൾക്ക് നമ്മളുടെ ഒരുവിധം നാട്ടിലുള്ള എല്ലാ ഫെസ്റ്റിവൽസിലും, സൂര്യ പോലൊക്കെ ഉള്ള വലിയ ഫെസ്റ്റിവൽസിലൊക്കെ പെർഫോം ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ആസ് എ പേഴ്സൺ എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇന്ന് കണ്ട പെർഫോമൻസിനെക്കാട്ടിലും ഒരു പടിയെങ്കിലും നന്നായിട്ട് നാളെ ചെയ്യാൻ പറ്റണം, അതാണ് ആഗ്രഹം. അതായത് കീപ് ഇംപ്രൂവിങ്. അതെ അതെ. അപ്പൊ നമ്മൾക്ക് ഒരു ഫുള്ളി സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതിലേക്കുള്ള യാത്ര എന്ന് പറയാം. അമ്മ ആരെങ്കിലും ഡാൻസ് പഠിച്ചിട്ടുണ്ടോ അതോ? ഇല്ല, നമ്മുടെ വീട്ടില് ഞങ്ങള് 3 സഹോദരിമാരാണ്. എനിക്ക് ചേച്ചി, അനിയത്തി ഉണ്ട്. ലളിത പത്മിനി രാഗിണി പോലെ അങ്ങനെയൊക്കെ ആവാമായിരുന്നു. പക്ഷെ അവരൊന്നും പിന്നെ കണ്ടിന്യൂ ചെയ്തു. ഞങ്ങൾ ഒരുമിച്ചാ സ്റ്റാർട്ട് ചെയ്തത്. ഞാനായിരുന്നു കൂട്ടത്തിൽ ഏറ്റവും ലേസിയസ്റ്റ് സ്റ്റുഡന്റ്. അതായത് എന്റെ ടീച്ചർ, ഭരതനാട്യം ടീച്ചറിന്റെ തന്നെ അവരുടെ ക്ലാസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത്രയും ഒട്ടും സീരിയസും അല്ല, ഇത് ഒരു പണിഷ്മെന്റ് പോലെ ക്ലാസ്സിലേക്ക് പോണ ആളായിരുന്നു ഞാൻ. അയ്യോ പോയേ തീരൂ. അതെ അതെ. അതുകൊണ്ട് പക്ഷെ ഒരു സ്റ്റേജ് എത്തിയപ്പോ, ഒരു ഏജ് എത്തിയപ്പോ ഞാൻ തന്നെ ഒരു 9th സ്റ്റാൻഡേർഡ് ഒക്കെ എത്തിയപ്പോ അതെ എനിക്ക് ആ പാട്ട്, നമ്മളുടെ ക്ലാസിക്കൽ സോങ് മ്യൂസിക് കേൾക്കുമ്പോ തന്നെ നമ്മൾക്കൊരു വൈബ്രേഷൻ വരുമല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതുമായിട്ട് എനിക്ക് എന്തോ കണക്ഷൻ ഉണ്ട്. അങ്ങനെ ഒരു സെൽഫ് റിയലൈസേഷൻ വന്നതാണ് സത്യം പറഞ്ഞ. പെട്ടെന്ന് വന്നൊരു ചോദ്യമാണ്, ഭരതനാട്യത്തിൽ തുടങ്ങി എങ്ങനെ മോഹിനിയാട്ടത്തിലേക്ക് മാറി?
കൂടുതൽ ആം, എനിക്ക് ഞാൻ കുറച്ച് സ്ലോ ആളാണ്. സ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പണികൾ അങ്ങനെയല്ല, നമ്മുടെ കാര്യങ്ങളെല്ലാം വേഗം വേഗം ചെയ്യും. പക്ഷെ എനിക്ക് ഭയങ്കര സ്ലോ മൂവിങ് ലൈഫാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ആ ഒരു റിതം മാച്ച് ആവണത് മോഹിനിയാട്ടം ആയിട്ടാണ്. okay. പിന്നെ നൃത്തത്തെ കുറിച്ച് അതിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായിടത്തോളം നമുക്കൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇമോഷന്റെ ഡീപ്പസ്റ്റ് ഇതിൽ നമ്മൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുക മോഹിനിയാട്ടത്തിലൂടെയാണെന്നാണ് എനിക്ക് എന്റെ പേഴ്സണൽ പേഴ്സണലി ആയിട്ടുള്ള ഫീൽ ചെയ്യുന്നത്. ഓക്കെ. ഫീൽ ചെയ്യണത്. ഇവിടെ ഭരതാഞ്ജലി ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയാലോ, അതെ. അതിലെ പ്രിയ ടീച്ചർ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ്. അതെ എന്താ പറയാ, ഹെൽത്ത് കണ്ടീഷൻസിനെ പോലും ഒരുപാട് എന്താ പറയാ പുള്ളിക്കാരത്തിക്ക് അതിജീവിക്കാൻ പറ്റി, അല്ലെങ്കിൽ ഷി കുഡ് കോൺകർ ഇറ്റ് ബിക്കോസ് ഓഫ് മോഹിനിയാട്ടം എന്ന് ടീച്ചർ പറയണ്ടായി. അതെ അതുപോലെ രമ്മൂനും ജീവിതത്തിൽ അങ്ങനെ മോഹിനിയാട്ടം എന്തെങ്കിലും ഒരു ഭയങ്കര അപ്രതീക്ഷിതമായ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്? മാറ്റം കൊണ്ടുവരാന്ന് പറഞ്ഞാൽ എനിക്ക് ഫിസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ യോഗയാണ് എനിക്ക് അത് ആയിട്ടുള്ള. മോഹിനിയാട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ വളരെ ഒരു സങ്കടമായിട്ടിരിക്കുക, നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും പറ്റുക, അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു ദുഃഖം, ഒരു സാഡ് ന്യൂസ് കേട്ടു വിചാരിക്കാം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വളരെ അടുത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് കരയാനൊന്നും പറ്റില്ല. എനിക്ക് ആ ഇമോഷൻ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഒരു വിങ്ങലായി കിടക്കും മനസ്സിൻ്റെ ഉള്ളിൽ. അതവിടെ കിടക്കാതെ എങ്ങനെ എക്സ്പ്രസ് പുറത്തേക്ക് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് ഒരു കൺട്രോളും ഇല്ലാത്ത എവിടെയെങ്കിലും സംഭവിച്ച ഒരു കാര്യത്തെ ഓർത്തിട്ടാണെങ്കിൽ അത് ന്യൂസിലൊക്കെ വരുമ്പോൾ പെട്ടെന്ന് എനിക്കത് കരഞ്ഞ് ബേൺ ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്ക് എന്തെങ്കിലും വരിക, അല്ലെങ്കിൽ നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു കാര്യം വരുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയില്ല, ആ ഇമോഷൻ പുറത്തേക്ക് വരില്ല. അപ്പോ ഈ മോഹിനിയാട്ടം നമ്മളെ ആ പാട്ട് കേട്ടാൽ തന്നെ മതി, നമ്മൾക്കത് ബേൺ ഔട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു വിഷമം എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഇന്നർ ഗ്രേസ് അത് പുറത്ത് കൊണ്ടുവരും, മനസ്സിന്റെ ഒരു ശാന്തത കിട്ടുന്നതാണ്. ഞാൻ ടീച്ചറിനെ ചെറുപ്രായം തൊട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം യോ മൈ ഫ്രണ്ട്, അപ്പം ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മോഹിനിയാട്ടം നമുക്ക് ഭയങ്കര എനർജി ഫീൽ ചെയ്യും. പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എനർജി, നമ്മൾ ടയേർഡ് അല്ല, ടയേർഡ് ആവല്ല ചെയ്യാം. നമ്മള് എനിക്ക് തോന്നുന്നു മെന്റലിയും സ്ട്രോങ്. അതെ അതെ, നമ്മള് അതുകൊണ്ട് ഞാൻ കൂടുതലും പ്രാക്ടീസ് ചെയ്യുക രാവിലെയാണ്. രാവിലെ അല്ലെങ്കിൽ ഈവനിങ്. രാവിലെയൊക്കെ ചെയ്യുമ്പോ നമുക്ക് പിന്നെ ഫുൾ ഡേ ഭയങ്കര വൈബായിരിക്കും, ഭയങ്കര എനർജി ആയിരിക്കും അന്നത്തെ ദിവസം. നമ്മള് ശോഭന മാമിന്റെ ഒക്കെ ദോഷീസ് ആസ്മാറ്റിക്, എത്രയോ മണിക്കൂർ പ്രാക്ടീസ് ചെയ്യും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അത് വെച്ചൊക്കെ നോക്കുമ്പോഴത്തേന് ഇറ്റ്സ് ട്രൂലി ഇൻസ്പയറിംഗ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും അത് ഒരുപാട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഇന്നത്തെ കാലത്ത് നൃത്തരൂപങ്ങളും. അതെ, പ്രത്യേകിച്ച് ക്ലാസിക്കൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന്റെ പാട്ട് തന്നെ നമ്മൾക്ക് ഒരു വലിയ അനുഗ്രഹമാണ്. നമുക്ക് അതൊരു പോസിറ്റീവ് ഫീൽ കിട്ടും. പിന്നെ ഡാൻസ് പറയുമ്പോ ഒബ്വിയസ്ലി നമ്മുടെ ഹോർമോൺസിനൊക്കെ ഒരു ഇത് പോസിറ്റിവിറ്റി വരികയാണ്. അപ്പം ആ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ട്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മൾക്ക് ഉള്ള ഒരു ഡിഫറൻസ് അറിയാലോ. നമ്മൾ ഫുൾ പോസിറ്റീവ് ആവും ഓട്ടോമാറ്റിക്കലി. നമ്മുടെ ഈവൺ അത് മെന്റലി ഫിസിക്കലി എല്ലാം നല്ലതല്ലേ. സെയിം ആണ് നൃത്തം എന്ന് പറയുന്നതും. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ചിട്ടകളെല്ലാം നമ്മൾക്ക് ഡിസിപ്ലിൻഡ് ആയിരിക്കും നമ്മള്. അപ്പം അതുകൊണ്ട് എല്ലാം കൊണ്ടും നൃത്തം എനിക്ക് തോന്നുന്നു മോഹിനിയാട്ടം എന്നല്ല, ഏതെങ്കിലും നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇറ്റ്സ് എ വെരി പവർഫുൾ ഫോം ഓഫ് യോഗ ആസ് വെൽ എന്നും പറയപ്പെടുന്നുണ്ട്. ഇറ്റ്സ് പ്രൂവൺ ആസ് വെൽ. അപ്പോൾ ഇപ്പോൾ വിഷുകാലം നടക്കുകയാണ്. വിഷുവിന്റെ ആ ഒരു ആഘോഷവും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രവാസികൾക്ക് നമ്മുടേതായിട്ടുള്ള രീതി ഉണ്ടല്ലോ. എങ്ങനെയാണ് താങ്കളുടെ വിഷു?